ഹായ് വെൽക്കം ടു മാറ്റ്കം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഡിഗ്രി ലെവൽ PSC എക്സാംസിന് ചോദിച്ച ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ റീസണിംഗ് പാർട്ടിൽ നിന്നുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. ഇന്ന് നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്ന ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 71/2024 മലയാളം ക്വസ്റ്റ്യൻസ് ആണ്. ഈ വീഡിയോസ് എന്ന് പറയുന്നത് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എക്സാമിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്നവരെ സംബന്ധിച്ച് വളരെ യൂസ്ഫുൾ ആയിരിക്കും. നമ്മൾ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് റീസണിംഗിന് വന്ന ക്വസ്റ്റ്യൻസ് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്ത് നോക്കുന്നതാണ്. ഇതുപോലെ ഇൻഫർമേറ്റീവ് കണ്ടന്റ്സ് ലഭിക്കുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കോമ്പറ്റേറ്റീവ് എക്സാംസിൽ പ്രിപ്പയർ ചെയ്യുന്നവർക്ക് ചാനൽ ലിങ്ക് ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രമിക്കാം. ചാനലുമായി ബന്ധപ്പെട്ട ഇൻഫർമേഷൻസ് മാറ്റ്കം എന്ന് പറയുന്ന ഇൻസ്റ്റാഗ്രാം പേജിൽ അവൈലബിൾ ആണ്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, അതുകൂടി ഫോളോ ചെയ്യുക. So the first one, find the odd one among the following: French Open, US Open, Wimbledon, Davis Cup. താഴെ പറയുന്നവയിൽ ഒറ്റയാനെ കണ്ടെത്തുക. ഫ്രഞ്ച് ഓപ്പൺ, US ഓപ്പൺ, വിംബിൾഡൺ, ഡേവിസ് കപ്പ്. ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഫ്രഞ്ച് ഓപ്പണും US ഓപ്പണും വിംബിൾഡണും എന്ന് പറയുന്നത് ഗ്രാൻഡ് സ്ലാമുകൾ, ടെന്നീസിലെ ഗ്രാൻഡ് സ്ലാമുകളാണ്. ഗ്രാൻഡ് സ്ലാമിൽ പെടാത്താണ് ഡേവിസ് കപ്പ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഒറ്റയാൻ എന്ന് പറയുന്നത് ഓപ്ഷൻ നമ്പർ ഡി ഡേവിസ് കപ്പ് ആയിരിക്കും. ഓപ്ഷൻ നമ്പർ ഡി ഡേവിസ് കപ്പ് ആണ് ഇവിടുത്തെ ഒറ്റയാൻ എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, പ്രോബ്ലം ഹൈപ്പോത്തസിസ്. ഒരു പ്രശ്നമുണ്ടെങ്കിൽ അതൊരു ഹൈപ്പോത്തസിസ് ഡാഷ് പ്രഗ്നോസിസ്. ഫിൽ ഇൻ ദ ബ്ലാങ്ക് യൂസിങ് എനി വൺ ഓഫ് ദ ഫോളോയിങ് ഓപ്ഷൻസ്. പ്രശ്നം, അനുമാനം, ഡാഷ് പ്രവചനം. ഏതെങ്കിലും ഒരു ഓപ്ഷനുകൾ ഉപയോഗിച്ച് ശൂന്യത പൂരിപ്പിക്കാം. ഒരു ചികിത്സയ്ക്ക് നമ്മൾ ഒരിക്കലും പ്രവചിക്കാറില്ല. എക്സ്പെരിമെന്റിലും പ്രവചിക്കാറില്ല. അനാലിസിസിന്റെ കേസിനകത്ത് നമ്മൾ പ്രവചിക്കാറില്ല. ഒരു കണ്ടീഷനിലാണ് നമ്മൾ എന്ത് ചെയ്യുക, പ്രവചനങ്ങൾ നടത്തുന്നത്. സോ പ്രോഗ്നോസിസ് ഈസ് അസോസിയേറ്റഡ് വിത്ത് കണ്ടീഷൻ. ഓക്കെ, സോ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ നമ്പർ എ ആയിരിക്കും. ക്ലിയർ. അടുത്തവൺ, റൈഡ് എന്നത് 36 ഡെസ്ക് എന്നത് 39 കോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ റിസ്ക് എന്നതിന്റെ കോഡ് എന്തായിരിക്കും? ഇപ്പൊ നമ്മൾ നോക്കിയാൽ ABCD നോക്കിയാൽ ABCDEFGHIJKLMNOPQRSTUVWXYZ 1 മുതൽ 26 വരെ നമ്മൾ നമ്പർ കൊടുത്താൽ ഇനി റൈഡ് എന്ന് പറയുന്നത് 18, I 9, 18, 9, 27, 27, 4, 31, 5, 36. സോ റൈഡ് എന്ന് പറയുന്നത് 36. ഡെസ്ക് ഡി എന്ന് പറയുന്നത് 4, ഇ എന്ന് പറയുന്നത് 5, 5, 4, 9, എസ് എന്ന് പറയുന്നത് 19, 19, 9, 28, കെ എന്ന് പറയുന്നത് 11, 28, 11, 39. അങ്ങനെയാണെങ്കിൽ റിസ്ക് എന്ന് പറയുന്നത് 6, 18, I എന്ന് പറയുന്നത് 9, 18, 9, 27, എസ് എന്ന് പറയുന്നത് 19, 27, 19, 46, കെ എന്ന് പറയുന്നത് 11, 46, 11, 57. ഓപ്ഷൻ നമ്പർ ബി ആയിരിക്കും ഇവിടുത്തെ ഉത്തരവെന്ന് പറയുന്നത്. ക്ലിയർ. ഓപ്ഷൻ നമ്പർ ബി ആയിരിക്കും ഇവിടുത്തെ ആൻസർ ആയിട്ട് വരിക. ചോദ്യം, താഴെ പറയുന്ന ശ്രേണിയിലെ തെറ്റായ നമ്പർ കണ്ടെത്തുക. ഫൈൻഡ് ദി റോങ് നമ്പർ ഇൻ ദ ഫോളോയിങ് സീരീസ്. തന്നിരിക്കുന്ന സീരീസ് എങ്ങനെയാണ്? തന്നിരിക്കുന്ന സീരീസ് എന്ന് പറയുന്നത് 3, 10, 31, 3, 10, 31, 90, 283. നമ്മളിവ തമ്മിലുള്ള ഡിഫറൻസുകൾ നോക്കുവാണെങ്കിൽ 3 കൂടി 7 കൂട്ടിയാൽ 10 കിട്ടും. 10 കൂടി 21 കൂട്ടിയാൽ 31 കിട്ടും. 31 കൂടി 59 കൂട്ടിയാൽ 63 കിട്ടും. 59 കൂട്ടിയാൽ 90 കിട്ടും. 90 കൂടി 190 കൂട്ടിയാൽ 280 കിട്ടും. 190 കൂട്ടിയാൽ 280 കിട്ടും. 193 കൂട്ടിയാൽ 283 കിട്ടും. 193 കൂടി 283 കിട്ടും. സോ നമ്മൾ ഈ സീക്വൻസിനെ ഒന്ന് മാറ്റി പിടിക്കുകയാണെങ്കിൽ 7, 7, 3, 21. സോ ഇത് +7, ഇത് 7, 3, 21. 21ന്റെ കൂടെ 3 കൂട്ടിയാൽ നമുക്ക് എന്ത് കിട്ടും? 63 കിട്ടും.
23ന്റെ കൂടത്തിൽ 21ന്റെ 3 കൊണ്ട് ഗുണിച്ചാൽ 63 കിട്ടും. അപ്പം 31ന്റെ കൂടെ 63 കൂട്ടിയാൽ 31ന്റെ കൂടെ 63 കൂട്ടിയാൽ നമുക്ക് എത്ര കിട്ടും? 94 കിട്ടും. കറക്റ്റ്, 94 കിട്ടും. ദെൻ 63ന്റെ കൂടെ 3 കൊണ്ട് ഗുണിച്ചാൽ എന്ത് കിട്ടും? 189 കിട്ടും. അപ്പൊ 94ന്റെ കൂടത്തിൽ 189 കൂട്ടിയാൽ 9 4 13 ശിഷ്ടം 1, 9 8 17 1 18 ശിഷ്ടം 1 283 എന്ന് കിട്ടും. സോ അപ്പൊ നമ്മൾ സീക്വൻസ് നോക്കിക്കേ. നമ്മളിപ്പോ ഒരു സീക്വൻസ് നോക്കുവാണെങ്കിൽ, ഈ ഒരു സീക്വൻസിനെ നമ്മൾ കറക്റ്റ് ചെയ്യുവാണെങ്കിൽ, 3 10 31 3 10 31 ഡാഷ് 283 7 3 10 10 പ്ലസ് 21 31 31ന്റെ കൂടെ 21 × 3 എന്ന് പറയുമ്പോൾ 63, 31നോട് 63 കൂട്ടിയാൽ 94, 63 × 3 എന്ന് പറയുമ്പോൾ 189. അപ്പൊ നമ്മളിവിടെ നോക്കിക്കേ, 94ന്റെ കൂടത്തിൽ 189 കൂട്ടിയാൽ 283 കിട്ടും. സോ അങ്ങനെയാണെങ്കിൽ ഇവിടെ തെറ്റായി വന്നിരിക്കുന്ന നമ്പർ ഏതാണ്? തെറ്റായി വന്നിരിക്കുന്ന നമ്പർ 94ന്റെ ആയിരുന്നു വരേണ്ടത്. അവിടെ കൊടുത്തിരിക്കുന്നത് എന്താണ്? 90 ആണ്. സോ ഓപ്ഷൻ നമ്പർ സി ആണ് ഇവിടുത്തെ ഉത്തരവെന്ന് പറയുന്നത്. ഓപ്ഷൻ നമ്പർ സി ആണ് ഇവിടുത്തെ ഉത്തരവെന്ന് പറയുന്നത്. നെക്സ്റ്റ് ചോദ്യം, 4നും 5നും ഇടയിൽ ഏത് സമയത്താണ് ഒരു ക്ലോക്കിന്റെ കൈകൾ ലംബ കോണിൽ ഉണ്ടാവുക? At what time between 4 and 5 will the hands of a clock be at right angles? റൈറ്റ് ആംഗിൾ എന്ന് പറഞ്ഞാൽ അവ തമ്മിലുള്ള ആംഗിൾ എത്രയാണ്? 90 ഡിഗ്രി ആവണം. ക്ലോക്കുകൾക്കിടയിൽ അവർ ഹാൻഡ് മിനിറ്റ് ഹാൻഡ് തമ്മിലുള്ള ആംഗിൾ കണ്ടുപിടിക്കാൻ തീറ്റ ഈക്വൽ ടു മോഡുലസ് ഓഫ് 11/2 m മൈനസ് 30 × h എന്ന് പറയുന്ന ഇക്വേഷൻ ഉപയോഗിക്കാം. എത്രയാണ് ആംഗിൾ? 90 ഡിഗ്രി. 11/2 മിനിറ്റ് എത്രയാണെന്ന് നമുക്ക് അറിയത്തില്ല. 4നും 5നും ഇടയ്ക്കുള്ള അവർ ഹാൻഡ് എന്ന് പറയുമ്പോൾ സമയം പോകുന്നത് 4 o'clock. സോ 30 × 4 എന്ന് കിട്ടും. 30 × 4 എന്ന് കിട്ടും. സോ നമുക്ക് എന്ത് കിട്ടും? 90 ഈക്വൽ ടു 11/2 m ഈക്വൽ ടു 30 × 4 120 എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ 11/2 m എന്ന് പറയുന്നത് 120 പ്ലസ് 90 210 എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ m എന്ന് പറയുന്നത് 210 ഗുണം 2 ഡിവൈഡ് ബൈ 11, അതായത് 420 ഡിവൈഡ് ബൈ 11. 11 3 33, 90, 11 8 88 ശിഷ്ടം 2. അങ്ങനെയാണ് എങ്കിൽ 38 2/11 മിനിറ്റ് എന്ന് കിട്ടും. അപ്പൊ എന്താ? 4 മണിക്കൂർ കഴിഞ്ഞ് 38 2/11 മിനിറ്റ്. ഓപ്ഷൻ നമ്പർ ബി ആയിരിക്കും ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത്. ഓപ്ഷൻ നമ്പർ ബി ആയിരിക്കും ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത്. ക്ലിയർ? അടുത്ത ചോദ്യം എന്ന് പറയുന്നത് 66ാമത്തെ ചോദ്യം എന്ന് പറയുന്നത് 2025 കലണ്ടർ ഏതു വർഷത്തിന് സമാനമായിരിക്കും? സോ കലണ്ടറിന്റെ കേസിന് നമ്മൾ ചോദിക്കും, ഇത് വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ തന്നിരിക്കുന്ന വർഷത്തെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 2025 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് റിമൈൻഡർ 1 കിട്ടും. നമുക്ക് റിമൈൻഡർ കിട്ടുന്ന 0 ആണെങ്കിൽ തന്നിരിക്കുന്ന വർഷത്തോടു കൂടി 28 കൂട്ടുക. തന്നിരിക്കുന്ന വർഷത്തോടു കൂടി 28 കൂട്ടുക. ദെൻ റിമൈൻഡർ 1 ആണെങ്കിൽ തന്നിരിക്കുന്ന വർഷത്തോടു കൂടി 6 കൂട്ടുക. റിമൈൻഡർ 2 റിമൈൻഡർ 3 ആണ് വരുന്നത് എങ്കിൽ തന്നിരിക്കുന്ന വർഷത്തോടു കൂടി 11 കൂട്ടുക. അപ്പൊ 2025 ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 1 ആണ് വരിക. 10 കൂടി റിമൈൻഡർ 1 ആകുമ്പോൾ 6 കൂട്ടുമ്പോൾ 2025 കൂടി 6 കൂട്ടിയാൽ 2031 കിട്ടും. 2031 കിട്ടും. ക്ലിയർ? 67ാമത്തെ ചോദ്യം നമ്മൾ ചെയ്യേണ്ടതില്ല, കാരണം ക്വസ്റ്റ്യനകത്ത് മിസ്റ്റേക്ക് ഉണ്ട്. ക്വസ്റ്റ്യൻ ക്യാൻസൽഡ് ആണ്. അടുത്ത ചോദ്യം, രാജുവും രാധയും ഒരേ സ്ഥലത്ത് നിന്നാണ് തുടങ്ങുന്നത്. രാജു 5 കിലോമീറ്റർ കിഴക്കും പിന്നീട് 6 കിലോമീറ്റർ വടക്ക് കിഴക്കും പിന്തുടർന്നു. രാധ 4 കിലോമീറ്റർ തെക്കും പിന്നീട് 4 കിലോമീറ്റർ തെക്ക് കിഴക്കും പിന്തുടർന്നു. രാജുവും രാധയും തമ്മിലുള്ള ഏറ്റവും കുറഞ്ഞ ദൂരം കിലോമീറ്ററിൽ എത്രയാണ്? സോ ചോദ്യം ഇങ്ങനെയാണ്, രാജു ആൻഡ് രാധ starts from the same location. Raju and Radha starts from the same location. Raju traces 5 kilometer east, then 6 kilometer northeast.
Radha trace 4 kilometers south, then 4 kilometers southeast. What is the shortest distance between Raju and Radha? So basically നമ്മൾ നോക്കിയാൽ ഈ ഒരു പർട്ടിക്കുലർ പോയിന്റിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ രാജു 5 കിലോമീറ്റർ കിഴക്കോട്ട് പോകുന്നു. 5 കിലോമീറ്റർ കിഴക്ക്. സോ ഈ ഒരു പർട്ടിക്കുലർ പോയിന്റിൽ എത്തി. കറക്റ്റ്. ദെൻ അതിനുശേഷം 6 കിലോമീറ്റർ വടക്ക് കിഴക്ക്. 6 കിലോമീറ്റർ വടക്ക് കിഴക്ക്. ദാറ്റ് മീൻ നോർത്ത് ഈസ്റ്റ് ഡയറക്ഷൻ. സോ 6 കിലോമീറ്റർ വടക്ക് കിഴക്കിൽ പോയി. കറക്റ്റ്. നമ്മളിപ്പോൾ ഈ സ്റ്റാർട്ട് ചെയ്യുന്ന പോയിന്റിനെ ഒറിജിൻ ആയിട്ട് കൺസിഡർ ചെയ്താൽ നമ്മൾ കൺസിഡർ ചെയ്താൽ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ അല്പം മാത്തമാറ്റിക്കൽ നോളജ് അത്യാവശ്യമാണ്. സോ നമ്മളിവിടെ ബേസിക്കലി നോക്കിയാൽ ഇപ്പം ഡയറക്ഷൻസ് നോക്കുമ്പോൾ ഇത് നോർത്ത്, ഇത് സൗത്ത്, ഇത് ഈസ്റ്റ്, വെസ്റ്റ്. നോർത്ത് ഈസ്റ്റ് അല്ലെങ്കിൽ ഇതിന്റെ ഇൻ ബിറ്റ്വീൻ വരുന്ന ഡയറക്ഷൻസ് നോക്കിയാൽ അവ തമ്മിലുള്ള ആംഗിൾ എന്ന് പറയുന്നത് 45 ഡിഗ്രി ആയിരിക്കും. സോ നമ്മളിപ്പോൾ ഇതിനെ ഇവിടെ ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്യുവാണെങ്കിൽ ഈ ആംഗിൾ എന്ന് പറയുന്നത് 45 കിട്ടും. നമ്മൾ ഇതിനെ താഴോട്ട് വരച്ചാൽ ഈ ആംഗിൾ 45 ആവും. കാരണം ഇത് 90 ഡിഗ്രി ആണല്ലോ. കാരണം ഇതെന്ന് 90 ഡിഗ്രിയാണ്. സോ ബേസിക്കലി നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത് ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ്. അതിന്റെ ഇത് 45, ഇത് 45. അതിന്റെ ഹൈപ്പോട്ടനസിൽ ലെന്ത് ആയിട്ട് കിട്ടിയിരിക്കുന്നത് 6 ആണ്. അങ്ങനെയാണെങ്കിൽ പൈതഗോറസ് ട്രിഗ്നോമെട്രിക് റേഷ്യോ അനുസരിച്ച് 45:45:90 എന്ന് പറയുന്ന ഓപ്പോസിറ്റ് സൈഡുകൾ എന്ന് പറയുന്ന 1:1:√2 അപ്പൊ ഹൈപ്പോട്ടനസ് ആയിട്ട് വരുന്നത് 6 ആണെങ്കിൽ ഈ 45-ന് ഓപ്പോസിറ്റ് വരുന്ന സൈഡുകളുടെ ലെന്ത് എന്ന് പറയുന്നത് 6/√2 ആയിരിക്കും. 6/√2 ആയിരിക്കും. ക്ലിയർ? അപ്പൊ നമ്മൾ ഇവിടെ നിങ്ങൾ നോക്കിയാൽ നമുക്കിവിടെ മനസ്സിലാക്കാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ ഒരു പർട്ടിക്കുലർ പോയിന്റിനെ സ്റ്റാർട്ടിംഗ് പോയിന്റ് അസ്യൂം ചെയ്താൽ നമ്മൾ ഇതൊരു XY ആക്സിസ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ ഈ പർട്ടിക്കുലർ പറയപ്പെടുന്ന രാജു എക്സ് ആക്സിസിൽ മൂവ് ചെയ്തിരിക്കുന്നത് 5 + 6/√2 ആണ്. കറക്റ്റ്. Y ആക്സിസിൽ മൂവ് ചെയ്തിരിക്കുന്നത് എത്രയാണ്? 6/√2 ആണ്. അങ്ങനെയാണെങ്കിൽ ഈ പർട്ടിക്കുലർ വ്യക്തി ആയിരിക്കുന്ന ഇപ്പോഴത്തെ കോർഡിനേറ്റ് എന്ന് പറയുന്നത് 5 + 6/√2 6/√2 ആണ്. 5 + 6/√2 6/√2 ആണ്. ക്ലിയർ ആണോ? ഫൈൻ. ദെൻ നമ്മളിപ്പോൾ ഇവിടെ നോക്കിയാൽ 6/√2 ഇപ്പൊ നമ്മൾ എടുക്കുവാണെങ്കിൽ 6/√2 എന്ന് പറയും. 6/√2 എന്ന് പറയുന്നത് 4.24 ആണ്. അതെങ്ങനെ കിട്ടിയത്? 6-നെ 1.414 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 5 + 4.24 എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 9.24 എന്ന് കിട്ടും. സോ ഇപ്പോൾ നമ്മുടെ രാജു ആയിരിക്കുന്ന കോർഡിനേറ്റ് എന്ന് പറയുന്നത് 9.24-ഉം 4.24-ഉമാണ്. ക്ലിയർ? ഇനി അതേപോലെ ഈ പറയപ്പെടുന്ന രാധ എന്താണ് ചെയ്തത്? ആദ്യം സൗത്ത് ഡയറക്ഷനിലേക്ക് പോന്നു. സൗത്തിൽ എത്ര പോയി? സൗത്തിലേക്ക് 4 കിലോമീറ്റർ പോയി. അതിനുശേഷം തെക്ക് കിഴക്കായിട്ട് സൗത്ത് ഈസ്റ്റ് ഡയറക്ഷനിൽ 4 കിലോമീറ്റർ പോയി. ക്ലിയർ? അപ്പൊ അതേ കേസിൽ നമ്മൾ ഇവിടെ കൺസിഡർ ചെയ്താൽ ഇവിടെ നമുക്കൊരു റൈറ്റ് ട്രയാങ്കിൾ എടുത്താൽ ഈ ആംഗിളും 45 ആയിരിക്കും, ഈ ആംഗിളും എന്തായിരിക്കും? 45 ആയിരിക്കും. കാരണം ഈ പോയിരിക്കുന്നത് എന്താണ്? സൗത്ത് ഈസ്റ്റ് ഡയറക്ഷനിലാണ് 45. അപ്പം ഇവിടെ നമുക്ക് എന്താ ഹൈപ്പോട്ടനസ് ആയിട്ട് വരുന്ന 4 ആണെങ്കിൽ ഈ രണ്ട് സൈഡുകൾ എന്ന് പറയുന്നത് 4/√2, ഇതെന്ന് പറയുന്നത് 4/√2 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഈ ഒരു പോയിന്റ് നമ്മൾ നോക്കിയാൽ ഇതിനെ സ്റ്റാർട്ടിംഗ് ഒറിജിൻ ആയിട്ട് അസ്യൂം ചെയ്താൽ ഇത് എക്സ് ആക്സിസിൽ മൂവ് ചെയ്തിരിക്കുന്ന ദൂരം എന്ന് പറയുന്നത് 4/√2. കാരണം എന്താ? ഇതാണ് എക്സ് ആക്സിസ്, ഇതിൽ എക്സ് ആക്സിസിന്റെ ഡയറക്ഷൻ. അപ്പൊ അത് മൂവ് ചെയ്തിരിക്കുന്ന ദൂരം എന്ന് പറയുന്നത് എന്താണ്? 4/√2 ആണ്. ഇനി വൈ ആക്സിൽ മൂവ് ചെയ്തിരിക്കുന്ന ദൂരം എന്താണ്? വൈ ആക്സിൽ മൂവ് ചെയ്തിരിക്കുന്ന ദൂരം 4 + 4/√2 ആണ്. പക്ഷെ ഇതാണ് എക്സ് ആക്സിസ് എങ്കിൽ, ഇതാണ് ഒറിജിൻ എങ്കിൽ ഇതെന്ന് പറയുന്ന പോസിറ്റീവ് ആക്സിസ് ആണ്, ഇതും പോസിറ്റീവ് ആക്സിസ് ആണ്, ബാക്കി രണ്ടും നെഗറ്റീവ് ആണ്. അപ്പൊ താഴോട്ട് വരുന്ന പോയിന്റ് എന്ന് പറയുന്നത് 4 + 4/√2. 4/√2ന്റെ വാല്യൂ എന്ന് പറയുന്നത് 4 ഡിവൈഡഡ് ബൈ 1.414 എന്ന് പറയുന്നത് 2.83 വരും. അപ്പൊ 4 + 2.83 എന്ന് പറയുമ്പോൾ 6.83 എന്ന് വരും. സോ അപ്പൊ ഇവിടെ നമ്മൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും രണ്ടുപേരുടെയും കോർഡിനേറ്റ്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ രാജു ഇപ്പൊ ആയിരിക്കുന്ന കോർഡിനേറ്റ് എന്ന് പറയുന്നത് 9.24, 4.24 ആണ്. രാധ ഇപ്പൊ ആയിരിക്കുന്ന കോർഡിനേറ്റ് എന്ന് പറയുന്നത് 2.83, -6.83 ആണ്.
അങ്ങനെയാണെങ്കിൽ ഇവ രണ്ടും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഞാനിവിടെ റബ്ബ് ചെയ്യാണ്, സ്പേസ് ഇല്ലാത്തതുകൊണ്ട്. രണ്ട് പോയിന്റുകൾ തമ്മിലുള്ള ദൂരം കണ്ടുപിടിക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത് ഇത് അല്പം ലെന്തിയർ ക്വസ്റ്റ്യൻ ആണ്, നമ്മൾ ഇച്ചിരി കൺഫ്യൂസീവുമാണ്. അത്യാവശ്യം ട്രിഗ്നോമെട്രിക് റേഷ്യോസ് ഒക്കെ അറിയാവുന്നവർക്ക് മാത്രമാണ് പെട്ടെന്ന് മനസ്സിലാവാത്തവർ 2 പ്രാവശ്യം കണ്ടു നോക്കുക. സോ അതെന്താണ് x2 മൈനസ് x1 ദ ഹോൾ സ്ക്വയർ പ്ലസ് y2 മൈനസ് y1 ദി ഹോൾ സ്ക്വയർ. ചെയ്യാൻ എളുപ്പത്തിന് ഒരു ഡെസിമൽ പ്ലേസ് മാത്രം എടുക്കാം. അങ്ങനെ എടുത്താൽ x2 മൈനസ് x1 9.2 മൈനസ് 2.8 9.2 മൈനസ് 2.8 ദ ഹോൾ സ്ക്വയർ പ്ലസ് y2 എത്രയാണ് 4.2 മൈനസ് 6.8 മൈനസ് ഓഫ് മൈനസ് വരുമ്പോൾ പ്ലസ് 6.8 എന്ന് കിട്ടും. ദെൻ 9.2 നിന്ന് നമുക്ക് എത്ര കുറയ്ക്കണം? 2.8 കുറയ്ക്കണം. 2.8 കുറയ്ക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 6.4 ദ സ്ക്വയർ പ്ലസ് 4.2 പ്ലസ് 6.8 4.2 പ്ലസ് 6.8 4.2 പ്ലസ് 6.8 എന്ന് പറയുമ്പോൾ 11 സ്ക്വയർ എന്ന് കിട്ടും. സ്ക്വയർ ഓക്കെ. ദെൻ 6.4 ഇൻറ്റു 6.4 എന്ന് പറഞ്ഞാൽ 40.96. ദിസ് ഈസ് 40.96 പ്ലസ് 11ന്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ 121. സോ ഇത് രണ്ടുകൂടെ കൂട്ടിക്കഴിഞ്ഞാൽ 161.96 എന്ന് കിട്ടും. ദ സ്ക്വയർ റൂട്ട് ഓഫ് 161.96. സ്ക്വയർ റൂട്ട് ഓഫ് 169 എന്ന് പറയുന്നത് 13 ആണ്. അപ്പോൾ 161 എന്ന് പറയുന്നത് 12നും 13നും ഇടയിൽ കിട്ടും. സോ ആൻസർ എന്ന് പറയുന്ന ഓപ്ഷൻ നമ്പർ ബി 12.80 ആയിരിക്കും. ഇത് അപ്രോക്സിമേറ്റ് ചെയ്താണ് ചെയ്തിരിക്കുന്നത്. നമ്മൾ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന പ്രിൻസിപ്പിൾസ് ഞാൻ ഒന്നുകൂടെ പറയാം. നമ്മളിപ്പം ഒരു ആക്സിസുകൾ കൺസിഡർ ചെയ്യുമ്പോൾ ഇത് നോർത്ത്, സൗത്ത്, ഈസ്റ്റ്, വെസ്റ്റ് ഇവ തമ്മിലുള്ള ആംഗിൾസ് 90 ഡിഗ്രിയാണ്. മിഡ്വേയിലുള്ള നോർത്ത് ഈസ്റ്റോ, സൗത്ത് ഈസ്റ്റോ, സൗത്ത് വെസ്റ്റോ, നോർത്ത് വെസ്റ്റോ കൺസിഡർ ചെയ്താൽ ഇവ തമ്മിലുള്ള ആംഗിൾ 45 ഡിഗ്രി വരും. ഏതെങ്കിലും ഒരു റൈറ്റ് ആംഗിൾ ട്രയാംഗിളിൽ ഒരു ആംഗിൾ ഇത് 45 ആണെങ്കിൽ ഈ ആംഗിൾ 45 ആയിരിക്കും, ഇത് 90 ആയിരിക്കും. ഇവിടെ സൈഡുകളുടെ റേഷ്യോ എന്ന് പറയുന്നത് 1:1:√2 ആയിരിക്കും. ഇത് വെച്ചാണ് നമ്മൾ സൈഡുകളുടെ ലെന്ത് കണ്ടുപിടിച്ചത്. അതുപോലെ ഇതിപ്പോൾ ഒറിജിനായിട്ട് കൺസിഡർ ചെയ്താൽ ദിസ് ഈസ് പോസിറ്റീവ് എക്സ് ആക്സിസ്, ദിസ് ഈസ് പോസിറ്റീവ് വൈ ആക്സിസ്, ദിസ് ഈസ് നെഗറ്റീവ് എക്സ് ആക്സിസ്, ദിസ് ഈസ് നെഗറ്റീവ് വൈ ആക്സിസ്. ഇനി രണ്ട് കോർഡിനേറ്റുകൾ തന്നാൽ ആ പോയിന്റുകൾ തമ്മിലുള്ള ദൂരം എന്ന് പറയുന്നത് സ്ക്വയർ റൂട്ട് ഓഫ് x2 മൈനസ് x1 ദ ഹോൾ സ്ക്വയർ പ്ലസ് y2 മൈനസ് y1 ദി ഹോൾ സ്ക്വയർ ആയിരിക്കും. എക്സ്പ്ലനേഷൻ ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ക്ലാരിറ്റി അല്ലെങ്കിൽ ഫർദർ എക്സ്പ്ലനേഷൻ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് സെക്ഷനിൽ ചോദിച്ചാൽ മതി. ഞാൻ അല്പം കൂടി ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അടുത്ത ചോദ്യം എന്ന് പറയുന്നത് 6 പേർ ഒരു നിരയിൽ ഇരിക്കുന്നു. y ആണ് എക്സിനും ആറിനും ഇടയിൽ ഇരിക്കുന്നത്. അത് പറഞ്ഞിരിക്കുന്നത് എക്സിനും ആറിനും ഇടയിൽ y ഉണ്ട്. എക്സിനും ആറിനും ഇടയിൽ y ഉണ്ട്. എക്സ് ആണ് ഇസഡിന് അടുത്തിരിക്കുന്നത്. അപ്പൊ എന്താണ്? എക്സും ഇസഡും അടുത്തടുത്താണ്. അങ്ങേയറ്റം ഇടതുവശത്തിരിക്കുന്ന പിയുടെ അടുത്ത് ഇസഡ് ഇരിക്കുന്നു. അപ്പൊ ഏറ്റവും ലെഫ്റ്റ് കോർണറിൽ ആരാണ് ഇരിക്കുന്നത്? പി ആണ് ഇരിക്കുന്നത്. ക്യൂ ആൻഡ് ആർ അടുത്തടുത്തിരിക്കുന്നു. ക്യൂവും ആർ. അപ്പൊ ആറ് കഴിഞ്ഞിട്ട് ആരുണ്ട്? ക്യൂ ഉണ്ട്. കാരണം എന്താണ്? ഓൾറെഡി ഒരു സൈഡിൽ ആരുണ്ട്? വൈ ഉണ്ട്. അപ്പുറത്തെ സൈഡിൽ അപ്പൊ ഇന്ന് ക്യൂ വരുന്നു. അപ്പം എക്സിനോട് ചേർന്നിരിക്കുന്ന ആരൊക്കെയാണ്? ഇസഡും വൈയുമാണ്. എക്സിനോട് ചേർന്നിരിക്കുന്നത് ഇസഡും വൈയും. ഓപ്ഷൻ നമ്പർ എ ആണ് ഇവിടുത്തെ ഉത്തരവെന്ന് പറയുന്നത്. ക്ലിയർ. അടുത്ത ചോദ്യം. 4 സുഹൃത്തുക്കൾ പ്ലം കേക്ക് പങ്കിടുകയായിരുന്നു. ഏറ്റവും പ്രായമുള്ള സുഹൃത്തിന് ഒരു തുണ്ട് കേക്ക് അധികമായി ലഭിക്കുമെന്ന് അവർ തീരുമാനിച്ചു. റാം രാജിനേക്കാൾ 2 മാസം മൂത്തതാണ്. ജയിനേക്കാൾ 3 മാസം ഇളയതാണ്. രാജിനേക്കാൾ 1 മാസം മൂത്തതാണ് സാം. അധിക കേക്ക് ആർക്കാണ് ലഭിക്കേണ്ടത്? 4 friends were sharing a plum cake. They decided that oldest friend will get an extra piece of cake. Ram is 2 months older than Raj, which in turn 3 months younger than Jay. Sam is 1 month older than Raj. Who should get the extra piece of cake? ഇപ്പൊ നമ്മൾ തന്നിരിക്കുന്ന ഡാറ്റ വെച്ച് നോക്കിയാൽ തന്നിരിക്കുന്നത് റാം രാജിനേക്കാൾ 2 മാസം മൂത്തതാണ്. അപ്പൊ എന്താണ്? റാം എന്ന് പറയുന്നത് രാജ് പ്ലസ് 2 months ആണ്. രാജിന്റെ പ്രായത്തേക്കാൾ 2 മാസം മൂത്താണ്. ദെൻ റാം എന്ന് പറയുന്നത് ജയിനേക്കാൾ 3 മാസം ഇളയതാണ്. അപ്പൊ എന്താണ്?
ജയ് മൈനസ് 3 മാസമാണ് ആരുടെ ഏജ് എന്ന് പറയുന്നത്, റാമിന്റെ ഏജ് എന്ന് പറയുന്നത്. രാജിനേക്കാൾ 1 മാസം മൂത്തതാണ് സാം. ഇപ്പൊ എന്താ, രാജിനേക്കാൾ 1 മാസം മൂത്തതാണ് സാം എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മളിവിടെ നോക്കിയാൽ, ഇവിടെ നോക്കുമ്പോൾ ഏറ്റവും ഇളയ വ്യക്തി രാജായിട്ട് വരും. ഏറ്റവും ഇളയ വ്യക്തി രാജ്, കാരണം രാജിനേക്കാൾ 1 മാസം മൂത്ത ആരുണ്ട്, സാം ഉണ്ട്. ദെൻ രാജിനേക്കാൾ 2 മാസം മൂത്ത ആരുണ്ട്, റാം ഉണ്ട്. റാമിനേക്കാൾ 3 മാസം മൂത്ത ആരുണ്ട്, ജയ് ഉണ്ട്. അപ്പൊ ഇവിടുത്തെ ഏറ്റവും മൂത്ത ആളാണ് ജയ്. അപ്പൊ എക്സ്ട്രാ പീസ് കേക്ക് ആർക്ക് കിട്ടും, ജയ്ക്ക് കിട്ടും. ഓക്കെ, വീഡിയോ യൂസ്ഫുൾ ആണെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ക്ലാരിറ്റി ആവശ്യമുണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ ചോദിക്കാം. ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് കണ്ടന്റ്സ് ലഭിക്കുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കോമ്പറ്റേറ്റീവ് എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വീഡിയോയുടെ ലിങ്ക് അയച്ചു കൊടുക്കാം. As a token of gratitude, please like to this particular video, share with your friends, subscribe to our channel. Keep watching, keep learning. Thanks for watching. Bye.